വിശാലിനിയുടെ പുതിയ പ്രൊമോയിൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഫോട്ടോയുമായി എത്തുകയാണ് ഒരാൾ. താൻ കൊണ്ടുവന്ന ഫോട്ടോ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു കാട്ടി എങ്ങനെയുണ്ട് സാർ, നന്നായിട്ടില്ലേ എന്ന് രാഘവൻ നായരോടും സത്യഭാമയോടും എല്ലാവരോടുമായി ചോദിക്കുകയാണ് അയാൾ. അന്നേരം ആ ഫോട്ടോ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുന്നു സത്യഭാമ. പിന്നീട് ഫോട്ടോ വാങ്ങി നോക്കിയ ശേഷം സത്യഭാമ ശാലിനിയോട് ചോദിക്കുകയാണ്, സത്യഭാമയുടെ മകനാണ് വിഷ്ണുവെന്ന് മുമ്പേ നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ? വിഷ്ണുവായിട്ട് നിനക്ക് മുൻപേ പ്രേമം ഉണ്ടായിരുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനിയോട് സത്യഭാമ. അന്നേരം വിഷ്ണു മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അത് അമ്മേ, എന്താണെന്ന് വെച്ചാൽ എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ മിണ്ടരുത്, ഞാൻ ചോദിക്കുന്നത് ഇവളോടാണ്. മണ്ഡപത്തിൽ വെച്ച് ഇവൾ പറഞ്ഞതിൻ്റെ ന്യായം എനിക്ക് കേൾക്കുക തന്നെ വേണം. അന്നിവൾ പറഞ്ഞത് ആ മണ്ഡപത്തിലേക്ക് എത്തുന്നത് വരെയും വിഷ്ണു സത്യഭാമയുടെ മകനാണെന്ന് ഇവൾക്കറിയില്ലായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണ്? എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ എന്ന് പറയുകയാണ് സത്യഭാമ. എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ആ ഫോട്ടോ വാങ്ങി ദൂരേക്ക് എറിയുകയാണ് സുസ്മിത. ഫോട്ടോ താഴെ വീണ് ഉടയുകയും ചെയ്യുന്നു. അത് ചെയ്യരുതെന്ന് വിഷ്ണുവും ശാലിനിയും പറയുന്നുണ്ടെങ്കിലും സുസ്മിത അത് കേൾക്കുന്നില്ല. തുടർന്ന് ചില്ല് പൊട്ടിയ ഫോട്ടോ എടുക്കാനായി വിഷ്ണു പോകുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ ചില്ലുകൊണ്ട് മുറിയുകയാണ്. പഴയതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, അത് ഉടഞ്ഞു തന്നെ ഇരിക്കുമെന്ന് ശാലിനി അന്നേരം വിഷ്ണുവിനോട് പറയുന്നുമുണ്ട്. പിന്നീട് മുറിഞ്ഞ വിഷ്ണുവിൻ്റെ കൈ തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.